അയ്യോ നോക്കട, യുദ്ധഭൂമിയിൽ യോദ്ധാവിന്റെ തല മാത്രം അറ്റുകിടക്കുന്നു. നമുക്കേ ചവറുകൂട്ടിയിൽ കത്തിക്കാം. പുകഴ്ത്താൻ പറയാതെ യോദ്ധാവിന്റെ ഉടല് മണ്ണും കടി കൊണ്ടറാ. അയ്യോ നമുക്ക് പൊക്കിയെടുക്കാം. വാ പിടിച്ചോ. ഓമനക്കുട്ടന്റെ വീട്. ഞാൻ ഓമനക്കുട്ടന്റെ ഭാര്യ. നമ്മളാര്? നമ്പ്യാരുടെ മകൻ പ്രദീപ്. അറിഞ്ഞില്ല കേട്ടാ. ഇരിക്കുന്നു. അയ്യോ ചേട്ടാ എപ്പോഴും പറയും കേട്ടാ ഭയങ്കര പാട്ടുകാരനാണെന്ന്. ഇനിയിപ്പോ സാറിന്റെ പാട്ടൊക്കെ വീട്ടിൽ നിന്ന് കേൾക്കാൻ നമ്മൾ ടി വി കണ്ടു. പുതിയ ഫോൺ കളക്ഷൻ കിട്ടി. 36, 16, 17. വാഷിംഗ് മെഷീൻ നാളെ വരുള്ളൂ. സാറിന് വിശ്വസിക്കാൻ വയ്യല്ലേ? സമയം നന്നാവുമ്പോ എല്ലാം നേരെയാവും. ചേട്ടന് ലോട്ടറി അടിച്ച് 50 ലക്ഷം രൂപയും കോൺഗ്രസ് കാറും. ഇപ്പോഴാ എല്ലാം മനസ്സിലായത്. ഓമനക്കുട്ടൻ അവിടെ? അയ്യോ അവിടെ വന്നില്ലായിരുന്നു. നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് എന്തരോ സാധനങ്ങൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് പെയ്യതാണ്. കൂടെ കാറിന്റെ ഡ്രൈവറും ഉണ്ട്. എന്തരോ ഒരു നാഷണൽ ഹോട്ടലിൽ എവിടെയാണ് താമസിക്കണത്. സംഗതി ആകെ കുഴഞ്ഞു മറിഞ്ഞല്ലോ. എന്തൊരു സാറേ പ്രശ്നം? ഏയ് ഒന്നുമില്ല, ഞാൻ ഇറങ്ങാം. ഓമനക്കുട്ടൻ വന്നാലേ എന്നെ അത്യാവശ്യമായിട്ടൊന്ന് വന്ന് കാണാൻ പറയാം. അയ്യോ സാർ നിക്കണേ, ഒന്നും വിചാരിക്കല്ലേ. എന്റെ ചേട്ടൻ എങ്ങനെ ആള്? മനസ്സിലായില്ല. അയ്യോ അതല്ല കാശും പണമൊക്കെ വന്നപ്പോ അവിടെ ഏയ് ഒരു കുഴപ്പമില്ല. പുള്ളിക്കാരൻ പെണ്ണുങ്ങളുടെ മുഖത്തോളം നോക്കില്ല. അല്ലെങ്കിൽ തന്നെ ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യ ഉള്ളപ്പോ വേറെ പെണ്ണുങ്ങൾ മുഖത്ത് വെക്കേണ്ട കാര്യം മണിയനീച്ച്. എന്താ ഇതൊക്കെ? എടാ ഗോപാല, എന്നെ ഒന്ന് രക്ഷിക്കടാ. എനിക്ക് പ്രാന്തില്ലടാ. എടാ വൈദ്യരോട് പറയണേ ചങ്ങനെ ഒന്ന് അയച്ചു തരാൻ. പ്രാന്തില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കെട്ടിയിടോ? എത്ര ദിവസമായി ആഹാരം പോലില്ലാതെ ഞാൻ അലിയുന്നു. അവസാനം SI സാറാ പറഞ്ഞത് ഇവിടെ ഉണ്ടെന്ന്. എടാ കോപ്പെ, നിന്റെ ബുദ്ധി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചപ്പോഴാണ്ടാ ഞാൻ ചങ്ങലയിലായത്. യോഗിയുടെ ആരാ? ഇയാളെന്റെ കാറിന്റെ ഡ്രൈവറാ. ഡാടാ, അസുഖം എങ്ങനെയുണ്ടോ ഇതിരെ? ഒന്നും പറയാറായിട്ടില്ല. മൂത്ത അവസ്ഥയിലാ. ശിരവും വസ്യസ്ത്രയും അഷ്ടാംഗ ഹൃദയം പ്രതികടയും സ്തുനയും. സ്തൊനയുടെ അസുഖ? അതെ. എന്ത് സ്തൊനയെങ്കിലും ആയിക്കോട്ടെ, സാവധാനം ചികിത്സിച്ചാ മതി. അഴിച്ചു വിട്ടേക്കരുത്, ഭയങ്കര ശല്യ. അസുഖം മാറാൻ 6 മാസമെങ്കിലും ആവൂലേ? എടാ പരമദ്രോഹി, എന്നെ അല്ലല്ലേ അവനെ വിളിച്ച? ഇതാ അസുഖം. മാന്യന്മാരെ കയറി തെറി വിളിക്കുക. കിട്ടിയ സമയത്തിന് നീ എന്റെ കാല് വാരിയല്ല. മിണ്ടാതെ അടങ്ങി ഒതുങ്ങൂടെ കഴിഞ്ഞോണം. എങ്ങനെയെങ്കിലും ഇച്ചിരി കാശുണ്ടാക്കി ഞാൻ നാട്ടിലേക്കൊന്ന് പോയിട്ട് വരട്ടെ. അതുവരെ വൈദ്യർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കി വെക്കരുത്. പോട്ടെ വൈദ്യരെ, എന്റെ ഡ്രൈവറെ എത്ര കാലം ചികിത്സിച്ചാലും അതിന്റെ പണം ഞാൻ തന്നെ തന്നേക്കാം. പോട്ടെ. ഇപ്പൊ ഞാൻ നിന്റെ ഡ്രൈവർ അല്ലേടാ. എനിക്ക് പ്രാന്താണല്ലേ. എടോ വൈദ്യം കൂടാപ്പി, എന്നെ നയിച്ചു വിടണോ? അയ്യോ എന്റെ സാറന്മാരെ, ഞാൻ കേൾക്കണ സത്യമാണോ? എന്റെ ചേട്ടന് ഭ്രാന്ത് പിടിച്ചാ? അയ്യോ കണക്കില്ലാതെ സ്വത്ത് വന്നപ്പോ കണ്ണുകെട്ടുപോയി. ഞാനേ പറഞ്ഞാണ് കടുകുമുളകും ചുറ്റിയിടാൻ. സമയം കേട്ടില്ല. അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യ. എല്ലാം നേരെയാവും. ഞാൻ അയാൾക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ എങ്ങനെ എനിക്ക് ഭർത്താവായിട്ട് ഇവിടെ കയറി പോകാതെ ആ വൈദ്യുതി ഒന്ന് പറയും. അത് എളുപ്പം മാറ്റി തരും ഭ്രാന്ത്. അബു, യെസ് സർ. ഒരു ഭ്രാന്തന്റെ ഭാര്യയുടെ വേദന നിനക്ക് മനസ്സിലായില്ല. അല്പം കൂടി മാന്യമായിട്ട് പെരുമാറും. ശരി സർ. അബു സർ, എടുക്കട്ടെ. മാന്യത മാന്യത. ഓ മാന്യത. സോറി സർ. സഹോദരി ഒന്ന് പുറത്തേക്ക് വന്നാലോ പ്ലീസ്. അയ്യോ കൊല നടക്കുന്നേ. ഓടുവാ ഓടുവാ. എവിടെ? കൊല നടക്കുന്നേ കൊല നടക്കുന്നേ കൊല നടക്കുന്നേ കൊല നടക്കുന്നേ കൊല നടക്കുന്നേ. സാറേ ഞാൻ പറയാം. കഴിഞ്ഞ വെള്ളിയാഴ്ച അങ്ങനെ ചടങ്ങോ? അങ്ങനെ സഞ്ചാരി അങ്ങനെ മരിച്ചുപോയി. സത്യം പറയാം. അങ്ങനെ ഇവിടെ പ്രാന്താശുപത്രിയാ. എന്നോട് വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ അടുത്ത് തന്നെ എനിക്ക് വണ്ടി എടുക്കാം.
തള്ളിയിട്ടുണ്ട് ഇതിങ്ങനെ പൊക്കിയോ? അയ്യോ അല്ല, അയ്യോ ഇതെന്നെ ചേട്ടൻ ചേട്ടാ, എന്നാൽ ഈ ഗതിയിൽ ചേട്ടന് വന്നല്ലോ. അയ്യോ ചേട്ടാ, അയ്യോ സഹിക്കുന്നില്ലേ ചേട്ടാ. കണ്ടോട്ടാണ് കണ്ടോട്ടാണ്. ഭാര്യ വന്ദനെ, എനിക്കൊരു കുഴപ്പമില്ലടി. ചേട്ടൻ ആരെങ്കിലും ഉത്തരവിച്ചാ? എന്നെ വട്ടനാക്കി ഫുട്ബോൾ കെട്ടുന്ന പോലെ തട്ടിയടി. അയ്യോ എന്റെ ആറ്റുമ്പത്തി. അമ്മച്ചിയെ പിന്നെ വിളിക്കാം, നീ ചങ്ങലൊന്ന് അഴിച്ചു താടി. ചേട്ടാ ഇത് എവിടെ കെട്ടിക്കുന്നു? നീ നോക്ക്. നീ കളിയൊന്ന് നോക്കി. മുതലാളി ഉള്ളത് ഒരു മാസത്തേക്ക് പുറത്തു വിടില്ല, പിന്നെ ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. അയ്യോ മുതലാളി, കുട്ടി അറിയാമല്ലോ സാറേ, ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. ഈ അവസ്ഥയിൽ ഓമനക്കുട്ടൻ സഹായിച്ചാൽ മാത്രമേ എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റൂ. എന്ത് വേണോ സാറ് പറഞ്ഞാൽ മതി, ഞാൻ തയ്യാറാണ്. നമുക്ക് അവരുടെ അടുക്കിലേക്ക് പോകാം. ഞാനും ആ, വരാം. വേണ്ട, വന്ദന എന്റെ വീട്ടിലേക്ക് പൊക്കോളൂ. ഞങ്ങൾ ഉടനെ എത്തുമെന്ന് അമ്മയോട് പറയണം. എനിക്ക് അത്യാവശ്യം കരാട്ടയും കുൻഫും ഒക്കെ അറിയാം, വേണേ ഞാൻ കൂടെ വരാം. വേണ്ട, താൻ കാറും കൊണ്ട് ശ്മശാനത്തിന്റെ അവിടെ കാത്തു നിന്നാൽ മതി. നേരം വെളുത്തിട്ട് ഞങ്ങളെ കണ്ടില്ലെങ്കിൽ അവിടെ വരണം. ആരുടെയും കണ്ണിപ്പെടാതെ നോക്കിക്കോണം. അത് ഞാൻ ഏറ്റു സാർ. അല്ലെങ്കിലും അത്ര പെട്ടെന്ന് എന്റെ ബോഡി ആരുടെയും കണ്ണിൽ പെടില്ലല്ലോ. തപ്പി നോക്കിയിട്ടാണ് ഞാൻ ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓമനക്കുട്ടൻ വരൂ. ചേട്ടാ അയ്യോ, കൊറേ വിളിച്ചല്ലോ. ജയിച്ചിട്ട് വരി. ജയിച്ചിട്ട് വരാൻ. എന്തിന്? മിടുക്കൻ, കൃത്യസമയത്തിനെത്തിയല്ലോ. ഞാനാണ് ഓമനക്കുട്ടൻ. പൈരങ്ങൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വാക്ക് പാലിച്ചു. ഇനി എല്ലാവരും വിട്ടയക്കണം. എവിടെയാണോ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ താമസിച്ചിരുന്ന വാടക വീടിന്റെ മച്ചിന്റെ മുകളില്. പക്ഷെ ഇപ്പൊ അതൊരു പോലീസ് സ്റ്റേഷനാ. അതെടുക്കാൻ വേണ്ടിയുള്ള എന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. നിങ്ങൾക്ക് വേണേ അത് അവിടെ ചെന്നെടുക്കാം. പോലീസിൽ കൊടുക്കാൻ വേണ്ടി നീ ഞങ്ങളെ കബളിപ്പിക്കുകയാണല്ലേ? അയ്യോ അല്ല, ഓമനക്കുട്ടൻ പറയുന്നത് സത്യമാണ്. ഞങ്ങളെ വിശ്വസിക്കണം. ഏത് നഗരത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നാലും മാൻഡ്രാക്ക് അത് കണ്ടുപിടിക്കും. പക്ഷേ അതെന്റെ കൈവശമെത്തുന്നവരെ ഒരുത്തനും ഇവിടെ നിന്ന് പുറത്തു പോകില്ല. സർ, ഉടൻ തന്നെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് നമുക്കത് കൈകലാക്കിയാലോ? ഇനി കാര്യങ്ങൾ നീക്കേണ്ട ബുദ്ധിപൂർവമായിരിക്കണം. പോലീസിന്റെ ശ്രദ്ധത്തിരിക്കുന്ന രീതിയിൽ സ്റ്റേഷൻ അതിർത്തിയിൽ വലിയ പ്രശ്നമുണ്ടാക്കണം. ആ വാർത്ത കേൾക്കുമ്പോൾ മുഴുവൻ പോലീസും അങ്ങോട്ട് പായണം. ഇവിടെ അടുത്തുള്ള സ്കൂൾ ഏതാ? സെഞ്ഞറി. വെരി ഗുഡ്. നാളെ രാവിലെ കുട്ടികളുമായി പുറപ്പെടുന്ന സ്കൂൾ വാനിൽ ബോംബ് വെക്കണം. ഇതെല്ലാം പറഞ്ഞതുപോലെ. യെസ് ബോസ്. എടാ പരമദ്രോഹിയുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ബോംബ് വെച്ച് കൊല്ലാടാ. നീ ഒന്നും ഗതി പിടിക്കില്ലടാ. ഗുഡ് ബൈ ടു എവരിബഡി. ഏറിയാൽ 1 മണിക്കൂർ. ഇനി നമുക്ക് പരലോകത്ത് വെച്ച് കാണാം. അപ്പൊ സാറ് ഒന്ന് വരുമോ? ഇടോ പിള്ളേ, നിങ്ങൾ വൈരാഗ്യം മറന്ന് സഹകരിക്കാൻ മനസ്സ് കാണിച്ചാൽ നമുക്കിവിടുന്ന് രക്ഷപ്പെടാം. എങ്ങനെയാ മേനോ ചേട്ടാ? നമ്പ്യാർ കസേര നീക്കി വന്നാൽ തന്റെ കെട്ടഴിക്കാൻ പറ്റുമല്ലോ. തന്റെ കെട്ടഴിച്ചാൽ ഞങ്ങളുടെയും കെട്ടഴിക്കാമല്ലോ. നമ്പ്യാരെ, നമ്പ്യാരെ, എളുപ്പം അങ്ങനെ അയച്ചു വിട് സാറേ. ഇപ്പൊ ഇത് പൊട്ടുമെന്നറിയില്ല സാറേ. എല്ലാരും കൂടെ എന്നെ കുത്തുവാൾ എടുപ്പിച്ചില്ലേ? അവന്മാരുടെ ബോംബ് പൊട്ടുന്നതിന് മുമ്പ് എനിക്ക് ആ വൈരങ്ങൾ എടുക്കണം. പിള്ള പോവുക. കണ്ണെന്തിനു കാണിക്കരുത്, ഞങ്ങളുടെ കെട്ടഴിച്ചതാടോ. ഒരു കാര്യം ചെയ്യേ, എല്ലാരും കൂടെ ദേ ഇതിവിടെ കണ്ടോണ്ടിരുന്നു.
അപ്പോഴത്തേക്ക് ഇവൻ അയ്യോ! എടാ ദ്രോഹി എന്റെ ദൈവമേ, നിങ്ങൾ സ്കൂൾ ബസ്സിന്റെ കാര്യം നോക്ക്. ആ പാവ കുഞ്ഞിനെ രക്ഷിക്കേ, ബാക്കി ഞങ്ങൾ അയച്ചോളാം. നീ പൊയ്ക്കോ, പൊയ്ക്കോ, പോ. മുതലാളി ഞാൻ ഫ്രീ ആയി. ഈ ഇതെന്തിനാ? സുരക്ഷയ്ക്ക് ബോംബോ? ഈ പിശാചിന് എന്തിനാ? ആ മുട്ടക്കിട്ട് രണ്ടടി കൊടുക്കണം. ആ പിള്ളക്ക് 4 എണ്ണോ വന്നാട്ടെ. ബോംബെ 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 ബോംബെയോ? ബോംബെ അല്ല സാർ, ബോംബ്. അയ്യോ, ഇവിടെ? അയ്യോ, ഇവിടെ അല്ല സാർ, പിന്നെ എവിടെ? സ്കൂൾ ബസ്സില്. ഏത് സ്കൂളിൽ? സെന്റ് മേരീസ് സ്കൂൾ ബസ്സില്. താൻ പറയുന്നത് സത്യമാണോ? സത്യമാണ് സാർ. സംശയമുണ്ടെങ്കിൽ ബോധ്യമാകുന്നവരെ എന്നെ ഈ ലോക്കപ്പിൽ വെച്ചോ. അത് മതിയാ. എങ്കിലും തട്ട്